വോട്ടിന് വേണ്ടി അവരെന്തും കാണിച്ചു കൂട്ടും. ശ്രീകൃഷ്ണദാസ്, അതാണ് ആരെയും വിശ്വസിക്കാനാവാത്ത സാഹചര്യമാണ്. അല്പം ഒരു വിശ്വാസം ജനിച്ചിരുന്നു. BJP തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും പല വിഷയങ്ങളിലും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. കാരണം മാറി മാറി വന്ന സർക്കാരുകളെ അവിശ്വസിച്ചുകൊണ്ടാണ് അവർ കുറേയെങ്കിലും ആ പാർട്ടിയോട് ഒരു വിശ്വാസം ആർജിക്കുകയും ആ തരത്തിൽ ചില ചർച്ചകൾ നടത്താൻ തയ്യാറാവുകയും ചില കൂടിക്കാഴ്ചകൾക്കൊക്കെ കളമൊരുങ്ങുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുതിയ പുതിയ സംഭവ വികാസങ്ങൾ വല്ലാതെ അവരെ അമ്പരപ്പിക്കുന്നു, സംശയങ്ങളിലാക്കുന്നു. ആരെയും വിശ്വസിക്കാനാവുന്നില്ല എന്ന നിലയിലേക്ക് അവരെ എത്തിക്കാനും അത്തരത്തിൽ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. എന്താണ് പ്രതികരണം? ഇത് വല്ലാത്ത ഒരു രാഷ്ട്രീയ ഡയലമയിലല്ലേ ഇപ്പോൾ BJP ഉള്ളത്? ശ്രീ രഞ്ജിത്ത്, നമ്മുടെ കേരളത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. BJPക്കെതിരായി നിരന്തരമായി അപവാദ പ്രചരണങ്ങൾ നടത്തുകയും BJPയുടെ രാഷ്ട്രീയത്തെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ UDF നേതാക്കന്മാരുടെ ഒരു ശ്രമം പല ഘട്ടങ്ങളിലും കേരളം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് BJPക്ക് പ്രത്യേകിച്ച് പല സമുദായങ്ങളിലും സ്വാധീനമുണ്ടാകുന്നു. അവർ BJPയോട് അടുക്കുന്നു. BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് അവർ ചേർന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ ആ സമൂഹത്തെയും സമുദായത്തെയും തന്നെ പ്രശ്നത്തിലാക്കുന്ന തരത്തിലും നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള UDF നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവമുള്ളത്? ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം അത് ഒരു ചർച്ചയാക്കി മാറ്റുക. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പിതാക്കന്മാരെ കാണുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ്റെ വസതിയിൽ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിൽ സഭാ നേതൃത്വങ്ങൾ പങ്കെടുക്കുന്നു. BJPക്ക് കേരളത്തിൽ വഖഫ് വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ നിലപാടുകൾ എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അതിനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് അത് BJPക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് BJPയെക്കുറിച്ച് ഒരു മോശം ചിത്രീകരണം ഉണ്ടാക്കണം. ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഒരു പാർട്ടിയാണല്ലോ. നിങ്ങൾ ഈ BJPയുടെ പാലക്കാട് നടന്ന സംഭവത്തെ തള്ളിപ്പറയുന്നുണ്ടോ എന്നുള്ളതാണ്. BHPയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിൽ പങ്കെടുത്തത്. അതായത് K. അനിൽകുമാർ BHPയുടെ ജില്ലാ സെക്രട്ടറിയാണ്. വേലായുധൻ എന്നുള്ളത് BHPയുടെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയാണ്. സുശാസൻ എന്ന് പറയുന്ന ആൾ ബജ്രംഗ് ജില്ലാ സംയോജകനാണ്. ഇവരൊക്കെ നടത്തിയ പ്രവൃത്തിയെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രഞ്ജിത്തെ, അതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം മാത്രമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന പ്രാധാന്യം മാത്രമാണ്. അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ആളുകളല്ല. അതൊരു ഭാഗത്ത് അതിന് പ്രാധാന്യവും അപ്രാധാന്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് അതിനെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളോടും കേരളീയ സമൂഹത്തോടും പറഞ്ഞില്ലേ എന്താണ് നടക്കുന്നത്, എന്താണ് BJPക്കെതിരെയുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നത്. ആ ആസൂത്രിതമായ നീക്കത്തിന്റെ ചില ആളുകളുടെ ആശയത്തോടെ അതുകൊണ്ട് മാത്രം തീരുന്നൊരു കാര്യമാണോ ശ്രീകൃഷ്ണദാസ്? ഗൂഢാലോചനയാണ്, പാർട്ടി വിട്ടുപോയവർക്ക് പങ്കുണ്ട് എന്നുള്ളത് മാത്രം പറഞ്ഞു വെക്കാവുന്നൊരു കാര്യമാണോ? അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല രഞ്ജിത്തെ. അത് ആ വിഷയമുണ്ടായതിനു ശേഷം ഞങ്ങൾ അതിലെന്തെങ്കിലും തരത്തിൽ അതിലെ പ്രതികളെ സഹായിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുകയോ അതിനെ ഏതെങ്കിലും തരത്തിൽ ആ നിലപാടുകളോടൊപ്പം നിൽക്കുകയോ ചെയ്യുന്ന ആളുകളാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇന്നുമൊക്കെ ആയി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയുടെ നേതാക്കന്മാരും പഞ്ചായത്ത് തലം മുതൽ മുകളിലേക്കുള്ളവരുമെല്ലാം ക്രിസ്തുമസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും സ്നേഹ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അടക്കം പങ്കാളികളായിക്കൊണ്ടിരിക്കുകയല്ലേ? അതെല്ലാം സമൂഹം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ സൂചിപ്പിച്ച എന്താണ്, BJP മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകമായിട്ടുള്ള നിലപാടുകളോട് അവർ അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കേണ്ട സാഹചര്യമോ അതിലേതെങ്കിലും തരത്തിൽ തെറ്റായ കാര്യം കാണേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പിന്നെ അതിൽ കാണേണ്ടവരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് BJPക്ക് ഒരു സമൂഹവുമായി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസിനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം.
ഇല്ലാതെയാക്കണമെങ്കിൽ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷപരമായിട്ടുള്ള നടപടികളുടെ ഭാഗമായി BJP ഉണ്ട് എന്ന് വരുത്തി തീർക്കണം. BJPക്ക് എന്താ ഇതിൽ പങ്കുള്ളത്? BJPക്ക് രാഷ്ട്രീയപരമായി ഈ നടക്കുന്ന ഒരു നടപടികളിലും ഒരു പങ്കുമില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ തരത്തിലുള്ള നടപടികളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പാർട്ടിയുടെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം കൃത്യമായി അതിന് നിലപാടുകൾ വിശദീകരിച്ചല്ലോ, പാർട്ടി നിലപാട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെങ്കിലും സാമുദായിക സംഘടനകളുടെ നിലപാടാണെങ്കിലും സാമൂഹിക സംഘടനകളുടെ നിലപാടാണെങ്കിലും അതൊക്കെ കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് അംഗീകരിക്കുന്ന ആളുകൾ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങളോടൊപ്പം രാഷ്ട്രീയം പങ്കിടുന്നവരാണ്, ഞങ്ങളോടൊപ്പം വേദികൾ പങ്കിടുന്നവരാണ്, ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. അതിലൊന്നും ഒരു കുറവും അതിനകത്ത് സംഭവിക്കില്ല. പിന്നെ കോൺഗ്രസ്സുകാരുടെ ചില കുൽസിത പ്രചരണങ്ങളും കുൽസിത പ്രവൃത്തികളും ഉണ്ട്. ആ കുൽസിത പ്രവൃത്തികൾ അവർ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നോ അവർക്ക് തന്നെ വിനയായി മാറുമെന്നുള്ളതാണ്. ഇപ്പോ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസ്സുകാർ സ്വീകരിച്ചിരിക്കുന്ന വയനാട്ടിലെ ഞങ്ങളുടെ ഒരു മുൻ നേതാവുണ്ട്, അദ്ദേഹത്തിന് എന്തിനാണ് പാർട്ടി പുറത്താക്കിയത്? പ്രസിഡന്റ് പറഞ്ഞല്ലോ. എന്നതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വിട്ടുപോയിട്ടുള്ള ചില ആളുകൾ, അവർക്ക് ചില കുൽസിത ശ്രമങ്ങൾ അവർ നടത്തുന്നതിന്റെ പിന്നിൽ അവർക്ക് ചില സ്ഥാനമോഹങ്ങളും ചില നടപടികളും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്, അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് ചില വിലപേശലുകൾക്ക് സാധ്യതയുണ്ട്. ആയിക്കോട്ടെ, അതൊക്കെ നടന്നോട്ടെ, അതിനൊക്കെ സംരക്ഷിക്കുന്ന ആളുകൾ സംരക്ഷിച്ചോട്ടെ. പക്ഷേ കേരളത്തിൽ ഇതിനു മുൻപ് നടന്നിട്ടില്ല. ഇടതുപക്ഷ പ്രതിനിധികൾ ശരി വസന്തിലേക്ക് വരാം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള